കൺവെൻഷൻ്റെ സമാപന സന്ധ്യയെ ദൈവം അഭിവന്യ ഐറേനിയസ് പിതാവിലൂടെ ആശീർവദിച്ചതിനും പിതാവിൻ്റെ അപ്പസ്തോലികമായ ശുശ്രൂഷയുടെ നിയോഗത്തിൽ നമുക്ക് നൽകിയ ആശീർവാദത്തിനും ദൈവത്തിന് നന്ദി പറയാം. ശക്തമായ ദൈവത്തിൻ്റെ കൃപ ഈ അനുഗ്രഹ വചസ്സുകളുടെയും അതുപോലെ തന്നെ ആശീർവാദത്തിൻ്റെയും സമയത്ത് നമ്മിലേക്ക് ശക്തമായിട്ട് ഒഴുകിയിട്ടുണ്ട്. ആമേൻ. അപ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കരുണയും സഹായവുമാണ്. കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണോ? അപ്പോൾ നന്നായിട്ട് നമുക്ക് അല്പസമയം, ചിലപ്പോൾ 9 മണി ആണ് നമ്മൾ സാധാരണ നിർത്തുന്നത്. ഇന്ന് അല്പസമയം കൂടിയാലും നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കത്തില്ലെന്ന് ഞാൻ കരുതുകയാണ്. ബുദ്ധിമുട്ടാവുമോ? ബുദ്ധിയുള്ളവർക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ബുദ്ധിയുടെ മുട്ടാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഏതായാലും നമ്മൾ അല്പസമയം കൂടി നമുക്ക് വചനം ശ്രദ്ധിച്ചതിന് ശേഷം ആരാധനയിലേക്ക് കടന്ന് നമുക്കിന്ന് നമ്മുടെ കുടുംബങ്ങളെ, ഭവനങ്ങളെ, ദേശത്തെ എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ വെഞ്ചരിച്ച് പ്രാർത്ഥിക്കും. ഇങ്ങനെ പലതരത്തിൽ നമുക്കിന്ന് ആരാധനയുടെ സമയം അല്പം കൂടി ദീർഘമായിട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പം നിങ്ങൾ നന്നായിട്ട് ഒരുക്കത്തോടെ വന്നതിന് നന്ദി പറയുന്നു. വെള്ളം ധരിച്ച് നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പള്ളിയിൽ പോകുമ്പോൾ സാധിക്കുമെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചു പോകുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. പറ്റുന്നിടത്തോളം നമ്മുടെ ഞായറാഴ്ചകളിൽ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ചു പോകുന്നത് നല്ലതാണ്. അത് നമ്മളെ ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ് എന്ന അവബോധം ഉണ്ടാവാൻ സഹായിക്കും. നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. കണ്ണുകളടച്ച് നിന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുമെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നന്നായിട്ട് കരങ്ങളടിച്ച് നമ്മൾ ശക്തമായിട്ട് കരങ്ങളടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 47-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യമാണത്. 47-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ മക്കളോട് സങ്കീർത്തനം ആവശ്യപ്പെടുകയാണ്. കരഘോഷത്തോടെ കർത്താവിനെ, അതായത് ദൈവത്തിന് ആഹ്ലാദാരവം കരഘോഷത്തോടെ സമർപ്പിക്കണമെന്നാണ്. വായിക്കാമോ? 47-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാമോ? ജനതകളെ കരഘോഷമുയർത്തി, ജനതകളെ എങ്ങനെയാണ്? ജനതകളെ കരഘോഷം മുഴക്കി ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, അല്ലേ? ജനതകളെ കരഘോഷം മുഴക്കുവിൻ, അല്ലേ? ജനതകളെ കരഘോഷം മുഴക്കുവിൻ. ദൈവത്തിൻ്റെ മുമ്പിൽ മിഡ് കുറയ്ക്കാം. പറഞ്ഞേ. ഹല്ലേലൂയ. ഓക്കെ. അപ്പോൾ ജനതകളെ കരഘോഷം മുഴക്കുവിൻ, കർത്താവിൻ്റെ മുമ്പിൽ ആഹ്ലാദ ആരവം മുഴക്കുവിൻ. അപ്പോൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ജനതകൾ കരഘോഷം മുഴക്കണം. അപ്പോൾ ഒന്ന് കരഘോഷം, നന്നായിട്ട് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കണം. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ
ദൈവത്തെ ആരാധിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഒന്ന് അങ്ങനെ ആ മനോഭാവത്തോടെ ഒന്ന് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് ശക്തമായിട്ട് ഹല്ലേലൂയ. ഓക്കെ, ഇനി ആഹ്ലാദാരവം മുഴക്കണമെന്നാണ് പറയുന്നത് കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവിൻ്റെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആഹ്ലാദം പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു വാക്കാണ് ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്ക്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് സ്തുതി എന്നാണ്. ദൈവത്തിന് സ്തുതി എന്നാണ്. സ്തുതി പറയുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല. സ്തുതി പറയുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം ഉണ്ടാവില്ല. കാരണം സ്തുതിക്കുമ്പോൾ വചനം പറയുന്നത് സങ്കീർത്തനത്തിൽ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങൾ കൊണ്ട് അവിടുന്ന് സുശക്തമായ കോട്ട കെട്ടി. കണ്ടോ? അപ്പോൾ സ്തുതിക്കുന്ന സമയത്ത് കോട്ട ഉയരപ്പെടും. അതുകൊണ്ട് ഓരോ തവണ ഹല്ലേലൂയ പറയുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിന് കർത്താവിൻ്റെ വലിയ സംരക്ഷണം തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അപ്പസ്തോലൻ തിമോത്തിയോട് പറയുന്നത് പോലെ എന്ത് ചെയ്യണം? നീ നിൻ്റെ ദൈവത്തിന് യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. എന്താ പറഞ്ഞത്? യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കാൻ പാടില്ല. അതായത് ഈശോ പറഞ്ഞിട്ടുണ്ട്, മത്തായിയുടെ സുവിശേഷം 10:31-32 പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തള്ളിപ്പറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളെ തള്ളിപ്പറയും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും മനുഷ്യരുടെ മുമ്പ് ഈ കാലഘട്ടത്തിൽ ദൈവ മക്കൾ ആയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് പരിഹാസങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ആളുകൾ നമ്മളെ കളിയാക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ കുഴപ്പമില്ല. കേരളത്തിലും തിരുവനന്തപുരത്തൊക്കെ ഇത്തിരി പ്രയാസമുണ്ട്. ലോഹയിട്ട് പുറത്തിറങ്ങാൻ വലിയ പാടാണ്. കാരണം പരിഹാസമുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഉണ്ട്, ശരിക്കും ഉണ്ട്. ഇനി കേരളത്തിൽ വലിയ കുഴപ്പമില്ല പല സ്ഥലങ്ങളിലും. എന്നാൽ ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാലോ, അങ്ങോട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ലോഹയിട്ട് പോയാൽ ഭയങ്കര പരിഹാസമാണ്. ഞാൻ പഞ്ചാബിൽ ചണ്ഡീഗഡ് എയർപോർട്ടിൽ ഇങ്ങനെ ഇറങ്ങി ലോഹയിട്ട് പോകുമ്പോൾ എന്നെ നോക്കി അവിടെ കുറേ ആളുകൾ കൂട്ടമായിട്ടിരുന്ന് ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ വേഷം, ഈ നൈറ്റി പോലത്തെ. പെണ്ണുങ്ങളുടെ നൈറ്റിയാന്നേ ഓർക്കത്തുള്ളൂ ചിലപ്പോൾ. ഇത് അറിയാത്തവരൊക്കെയാണ്. അമ്മച്ചി നൈറ്റിയാന്നല്ലേ ഓർക്കുക. അപ്പോൾ ഈ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് ചേട്ടൻ പോകുന്നത് കണ്ടിട്ട് ഭയങ്കര കളിയാക്കലാണ്. അപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് ജീവിക്കുന്നതിന് പരിഹാസമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ ആ പരിഹാസം നമ്മൾ കർത്താവിനെ പ്രതി ഏറ്റെടുത്താൽ നമുക്ക് ലഭിക്കുന്ന എന്താണ്? യേശു നമ്മളെ ഏറ്റുപറയും. നിർണായകമായ പല സന്ദർഭങ്ങളിലും യേശു നമ്മുടെ ജീവിതത്തെ ഏറ്റുപറയുന്ന അനേകം അനുഭവങ്ങൾ നമുക്ക് കാണാനും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും പറ്റും. അപ്പം അതുകൊണ്ട് കർത്താവിന്, പ്രിയ മകനെ, കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ, യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കാൻ പാടില്ല. യേശുവിന് സാക്ഷ്യപ്പെടുത്താം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യത്തിൽ മാത്രം നാണക്കേട് വിചാരിച്ചാൽ മതി. ഏത് കാര്യത്തിലത്? പാപം ചെയ്യുന്നതിനകത്ത് നാണക്കേട് വിചാരിച്ചാൽ മതി. വേറെ ഒരു കാര്യത്തിനും നാണക്കേട് വിചാരിക്കേണ്ട. പാപം ചെയ്യുന്നതിന് നാണക്കേട് വിചാരിക്കുക. പാപം ചെയ്തതിനെ ഓർത്ത് നാണക്കേട് വിചാരിക്കുക, ലജ്ജിതനാവുക. എന്നാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്നതിനും യേശുവിനെ ഏറ്റുപറയുന്നതിനും ഹല്ലേലൂയ പറയുന്നതിനും ഒരു കുരിശ് ധരിച്ച് നടക്കുന്നതിനും ഒന്നും നമ്മൾ ലജ്ജിക്കാൻ പാടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്ന വഴിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ കൺവെൻഷൻ കഴിഞ്ഞാലും കിട്ടുന്ന സന്ദർഭങ്ങളെല്ലാം നന്നായിട്ട് ഉപയോഗിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമുക്ക് ഇപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ ശരിക്കും പറഞ്ഞാൽ ഹൈന്ദവനായിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി മനസാന്തരപ്പെട്ടിട്ട് അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിൽ പോയപ്പോൾ ബൈബിളും കൊണ്ടാണ് പോയത്. ബൈബിളും കൊണ്ട് പോയപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും കളിയാക്കി. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ ആളുകൾക്ക് ഒരു കാര്യമില്ലെങ്കിലും വെറുതെ പരിഹസിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ പരിഹസിക്കും അല്ലേ? വെറുതെ ആണെങ്കിലും പരിഹസിക്കും. അപ്പോൾ ബൈബിളുമായിട്ട് ദേവാലയത്തിലെത്തിയ ഈ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹം ആ ഇടവക്കാരാൽ പരിഹസിക്കപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തി, സ്വർഗസ്ഥനായ പിതാവിയുടെ സമയത്ത് 2 കൈയും ഉയർത്തി പ്രാർത്ഥിച്ച സമയത്ത് അവിടെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു, ഇവിടെ ഇങ്ങനെയൊന്നും പറ്റില്ല, എല്ലാവരും ചെയ്യുന്ന പോലെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു.
അപ്പോൾ ഈ മനുഷ്യന് വളരെ വേദനയും നിരാശയും തോന്നി. ഞാൻ യേശുവിനെ ഏറ്റുപറയാൻ വിജാതീയനായിരുന്നു, മാമോദീസ സ്വീകരിച്ച് പള്ളി വന്ന് യേശുവിനെ ഏറ്റുപറയാൻ തുടങ്ങിയപ്പോൾ ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് തന്നെ പരിഹാസം ഉണ്ടായപ്പോൾ അദ്ദേഹം വളരെയധികം വിഷമിച്ചു. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ കർത്താവേ, എനിക്ക് ആരും, ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചാലും എന്നെ ആരും വഴക്ക് പറയുകയോ പരിഹസിക്കുകയോ ചെയ്യാത്ത ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരണം, എനിക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം, അതിനുള്ളൊരു സ്വാതന്ത്ര്യം കർത്താവ് എനിക്ക് തരണം എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2012 കാലഘട്ടത്തിലാണ് ഞാൻ ഈ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു മലങ്കര പള്ളിയിൽ വികാരിയച്ഛനായിട്ട് ചെന്നു. അപ്പം ഞാൻ ആ പള്ളിയിൽ ചെന്നിട്ട്, ചെറിയൊരു മിഷൻ സ്റ്റേഷനാണ്, അവിടെ ഞാൻ ആദ്യ ഞായറാഴ്ചയും അവിടെ ഒരു ധ്യാനം നടത്തുമായിരുന്നു. അപ്പോൾ ആ ധ്യാനം ഇങ്ങനെ നടത്തുന്നു എന്ന് കേട്ടിട്ട് ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹമുള്ള ആളുകളായതുകൊണ്ട് ആരോ പറഞ്ഞ് അവർ ഈ ധ്യാനത്തിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അവർ നേരെ ഈ പള്ളിയിലേക്ക് വന്നു. അപ്പം ഞാനിങ്ങനെ ധ്യാനം നടത്തി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. എൻ്റെ ഇടവകയിലുള്ള ആളുകളൊക്കെ ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ അവർ പതുക്കെയൊക്കെ വിമ്മിഷ്ടപ്പെട്ട് ഒരു ചെറിയ ഹല്ലേലൂയൊക്കെ പറയും. എന്നാൽ ഞാൻ നോക്കി ഒരു മനുഷ്യൻ ഈ മുൻഭാഗത്തിരുന്ന് ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയുകയാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇടവക്കാരനല്ലെന്ന് എനിക്ക് മനസ്സിലായി, ഇത് വെളിയിൽ നിന്ന് വന്ന ആളെന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ ഇടവക്കാരൊക്കെ അത്രയും സ്റ്റാൻഡേർഡ് വിട്ട് പെരുമാറുന്ന ആളുകളല്ല. അപ്പോൾ ഓരോ തവണയും ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ ഈ മനുഷ്യൻ ഹല്ലേലൂയ ഉറക്കെ പറയാൻ തുടങ്ങി. അപ്പം ഞാൻ ഈ കുർബാന കഴിഞ്ഞപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യനോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ എവിടുത്തുകാരാണ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞങ്ങളിങ്ങനെ അടുത്ത പള്ളിയിലാണ്, ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത്, ഇവിടെ ഈ വചന ശുശ്രൂഷ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ ഞങ്ങളെ ആരെങ്കിലും ബൈബിളൊക്കെ പഠിപ്പിക്കണേ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ആരെങ്കിലും വല്ലതും പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അച്ഛനിവിടെ ധ്യാനം നടത്തുന്നതെന്ന് അറിഞ്ഞ് അങ്ങനെ സന്തോഷമായിട്ട് വന്നതെന്ന് പറഞ്ഞു. ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്നോട് കണ്ണുനീരോടുകൂടി ഈ കാര്യം പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്ക് ഹല്ലേലൂയൊക്കെ പറയണമെന്ന് വലിയ ആഗ്രഹമാണ്, പക്ഷെ നമ്മുടെ പള്ളിയിൽ ചെന്ന് ഹല്ലേലൂയ പറയുമ്പോൾ അവിടെ എല്ലാവരും പരിഹസിക്കുകയും പിന്നെ മേലെ അങ്ങനെ ചെയ്യരുതെന്ന് ശാസിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് ഹൃദയത്തിൽ വേദനയും തോന്നി, സങ്കടവും തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ കൂടെ വരുന്നോ? അപ്പോൾ കരഞ്ഞിട്ട് പറഞ്ഞു, കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കൊണ്ടുപോകുമോന്നോ? ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയ ആൾ ഇപ്പോൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മുറിയിൽ വാവിട്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. രാവും പകലും അങ്ങനെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇന്നവർക്കൊരു തടസ്സമില്ല. ആരും അവരുടെ പൊത്തത്തില്ല. ആരും അവർ ബൈബിൾ കൊണ്ട് നടന്നാൽ അവരെ പരിഹസിക്കത്തില്ല. അവർക്ക് ദൈവം എന്ത് ചെയ്തു? ദൈവം അവരുടെ ആഗ്രഹം പോലെ ഒരു സ്ഥലത്ത് ദൈവം അവരെ എത്തിച്ചു. ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ ആ മിഷൻ സ്റ്റേഷനിൽ. എന്തിനായിരുന്നു ദൈവം എന്നെ അങ്ങോട്ട് അയച്ചത്? ഈ മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ്, ഇവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദൈവത്തെ ഏറ്റുപറയാൻ മടിയില്ലാത്ത ഒരാത്മാവിനെ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ദൈവം അവരെ ശ്രദ്ധിക്കും. അവർക്ക് വേണ്ടി ദൈവം ഓരോ വഴികളും തുറന്നുകൊണ്ടേയിരിക്കും. ഈ ധ്യാനകേന്ദ്രത്തിൽ സെക്കൻഡ് സാറ്റർഡേകളിൽ കോഴിക്കോട് നിന്ന് വരാറുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ അദ്ദേഹം KSRTC ബസ്സിലെ ഡ്രൈവറാണ്. അദ്ദേഹം രാത്രിയിൽ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി എൻ്റെ പ്രസംഗം കേട്ടുകൊണ്ട് വണ്ടി ഓടിച്ച് പോകും. ലോങ് റൂട്ടിൽ തിരുവനന്തപുരം കോഴിക്കോട് KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 2 പെൺകുട്ടികളാണ്. 2 പേരും കേൾക്കത്തുമില്ല, സംസാരിക്കാനും പാടാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് ചെവിയും കേൾക്കത്തില്ല, സംസാരിക്കാനും പാടാണ്. ഒരാൾക്ക് തീരെ സംസാരിക്കാൻ പറ്റത്തില്ല, ഒരാൾ ചെറുതായിട്ട് സംസാരിക്കും, കേൾക്കത്തില്ല. 2 പേർക്കും പൂർണ്ണമായിട്ട് ചെവി കേൾക്കത്തില്ല. 2 പെൺകുട്ടികളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കോഴിക്കോട് ഞാൻ ചെന്ന സമയത്ത് എനിക്ക് ശരിക്കും ഇവരുടെ വീട്ടിലൊന്ന് പോകണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ചെറിയൊരു വീടാണ്. ആ വീട്ടിലിരുന്ന് ഈ മനുഷ്യൻ, ഈ ഡ്രൈവർ, KSRTC ബസ്സിലെ ഡ്രൈവർ ആപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എൻ്റെ 2 കുഞ്ഞുങ്ങളും അവർക്ക് ചെവി കേൾക്കത്തില്ലേലും അവർക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേലും അവർ ബൈബിള് വായിക്കും, എന്നിട്ട് ബൈബിൾ എഴുതും. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഈ സ്ഥലത്ത് താമസിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പള്ളിയിൽ പോകുന്ന സമയത്ത് ബൈബിളും കൊണ്ടാണ് പോകുന്നത്.
എൻ്റെ കുഞ്ഞുങ്ങൾ ബൈബിളും പിടിച്ചോണ്ടാണ് പോകുന്നത്. അന്ന് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആദ്യകാലങ്ങളിലെല്ലാം പള്ളിക്കാർ ഞങ്ങളെ പരിഹസിക്കും. നിങ്ങളെന്തിനാ ബൈബിളും കൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കും. അവരതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ ആഴ്ചയും ബൈബിളും കൊണ്ട് പോകും. അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ 4-5 കൊല്ലം കഴിയും. ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ സിസ്റ്റർമാർ, അച്ഛന്മാർ, പള്ളിയിലുള്ള ആളുകൾ, കാറ്റഗിസം ടീച്ചേഴ്സ് എല്ലാം ബാക്കിയുള്ള കുട്ടികളോട് പറയും, നിങ്ങളിതേ ആ കുട്ടികളെ കണ്ട് പഠിക്കാൻ പറയും. നിങ്ങൾ അവരെ നോക്ക്, അവർ ബൈബിളും കൊണ്ട് വരുന്ന കാണുന്നില്ലേ, അവർ പ്രാർത്ഥിക്കുന്ന കാണുന്നില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചെവി ഏക്കത്തുമില്ല, സംസാരിക്കാനും പറ്റത്തില്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ കർത്താവായ യേശുവിനെ ഏറ്റുപറയാൻ തയ്യാറായി. ഏറ്റുപറയാൻ തയ്യാറുണ്ടെന്ന് അറിയാം. ഈ പാവപ്പെട്ട ബസ് കണ്ടക്ടറുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ കുടുംബത്തെ ദൈവം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ മനസ്സിലായി, നീ കർത്താവായ യേശു ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഒരു പരിഹാസത്തിൻ്റെ അരൂപി അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്. പരിഹസിക്കും ആളുകൾ. നമ്മൾ ആ പരിഹാസത്തെ ശ്രദ്ധിക്കരുത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, മനുഷ്യരുടെ അംഗീകാരമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഇപ്പോൾ എന്താ പറഞ്ഞേ മറന്നുപോയി. ഞാൻ ഇപ്പോൾ എന്തോ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. എന്നാ ചേച്ചി പറഞ്ഞേ, പറയാവോ? നിങ്ങൾക്ക് മനുഷ്യരുടെ അംഗീകാരമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്നാൽ നിങ്ങൾ മനുഷ്യരുടെ അംഗീകാരമല്ല, ദൈവത്തിൻ്റെ അംഗീകാരമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ദൈവത്തിന് നിങ്ങൾക്ക് തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു വചനം വായിക്കാം. ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം തിരുവചനം ഉറക്കെ വായിക്കാം. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ദാസനാവില്ലായിരുന്നു. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനാവില്ല. അതുകൊണ്ടാണ് കർത്താവ് യേശു മിശിഹ മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 11-12 വാക്യങ്ങൾ. മത്തായി 5:11-12 വായിക്കാം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ജീവിച്ചാൽ എത്ര നാൾ ജീവിക്കും ഈ ഭൂമിയിൽ? എത്ര നാൾ? പണ്ട് ഈ സ്കൂളിൽ പഠിച്ച സമയത്ത് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിലീ നമുക്കെന്താ ശങ്കയെന്ന് കവി ചോദിക്കുകയാണ്. അതായത് പ്രസിദ്ധനായ ഹോമറും പിന്നെ സീസറും സോളമനും എല്ലാം കാലയവനികക്കകത്ത് മറഞ്ഞെങ്കിൽ എല്ലാ മനുഷ്യരും ഒരു ദിവസം മരിക്കും. മരിച്ചു കഴിയുമ്പോൾ മനുഷ്യൻ്റെ ഓർമ്മകൾ ഇല്ലാതാവും. നിങ്ങളൊന്നാലോചിച്ച് നോക്ക്, ഏറിയാൾ 80, അല്ലെ പരമാവധി 90, അല്ലെ പോട്ട് 100, ഇത്രയും കൊല്ലമല്ലേ ഈ ഭൂമിയിൽ ജീവിക്കത്തുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഇത്രയും കൊല്ലമേ മനുഷ്യനെ മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് വിലയുള്ളൂ. മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക്, മനുഷ്യൻ പറയുന്ന അംഗീകാരത്തിന്, മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റിന് ഈ വിലയേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ മനുഷ്യരെ ബഹുമാനിക്കണം, പക്ഷെ അവർ പറയുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. മനുഷ്യരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. എല്ലാ കൂട്ടം മനുഷ്യരെയും ബഹുമാനിക്കണം. ആരെയും നിന്ദിക്കരുത്, ആരുടെയും മുമ്പിൽ ധാർഷ്ട്യം കാണിക്കരുത്, ആരെയും അവഹേളിക്കരുത്, ആരെയും നിസ്സാരമായിട്ട് കാണരുത്. എന്നാൽ മനുഷ്യൻ്റെ കമൻറ്റുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞ തിരുവചനത്തിലെ വാക്യങ്ങളും തിരുവചനങ്ങളും വചസ്സുകളും അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ്റെ കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പറയുകയാണ്, മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് അനേക കാര്യങ്ങൾ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ എഴുന്നേറ്റ് നിൽക്കാവോ?
ശക്തമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളുടെ 14-ാം അധ്യായത്തിലാണ് നമ്മളല്ലേ മത്തായി. അതൊന്ന് ഞാൻ തുടരാൻ പോവുകയാണ്. അതിനു മുമ്പ് ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് നിത്യത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണ് നിത്യത? അതായത് ഒരു ദിവസം നിങ്ങൾ നോക്കിയേ, എന്നെ നോക്കിയേ, എല്ലാ ആളുകളും മരിക്കുമോ? എല്ലാ ആളുകളും മരിക്കും. നമ്മൾ ഇനി വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്കെല്ലാവർക്കും മരണമുണ്ട്. ജീവനുള്ള എല്ലാവരും മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. മരണം നമ്മുടെ കൺമുമ്പിലുണ്ട്. മരണം വരും ഒരു നാൾ. ഓർക്കുക മർത്യ നീ, മരണം വരും അല്ലേ? ഇന്ന് ഞാൻ, നാളെ നീ. അപ്പം അതുകൊണ്ട് മനുഷ്യൻ ഒരു ദിവസം മരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മരണത്തിന് ശേഷം മനുഷ്യന് ഒരു വിധിയുണ്ട്. മരിക്കുന്ന സമയത്ത് തന്നെ മനുഷ്യൻ വിധിക്കപ്പെടും. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ ശുദ്ധീകരണ സ്ഥലത്തേക്കാണോ എന്ന് അവിടെ നിശ്ചയിക്കപ്പെടും. മരണസമയത്ത് മനുഷ്യനൊരു വിധിയുണ്ട്. ആ വിധിയുടെ പേര് തനത് വിധി എന്നാണ്. പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, തനത് വിധി. ആ സമയത്ത് വിധിക്കപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് ഓഹരിയില്ലെങ്കിൽ, മരിച്ചതിന് ശേഷം നമുക്കൊരു നിത്യതയില്ലെങ്കിൽ, നമ്മൾ ഈ അധ്വാനിച്ചതും ഓടിയതും എല്ലാം വെറുതെയാണ്. അതുകൊണ്ട് ബൈബിൾ ഇപ്രകാരം പറയുന്നു: മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ആത്മാവ് നഷ്ടപ്പെട്ടാൽ. മറ്റൊരിടത്ത് ബൈബിൾ പറയുന്നു, 1 കൊരിന്തോസ് 15 പറയും, ഈ ലോകത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചതെങ്കിൽ നിങ്ങൾ ലോകത്തെ മറ്റെല്ലാ മനുഷ്യരെക്കാളും നിർഭാഗ്യരാണ്. കർത്താവ് പറയുകയാണ്, സ്വർഗത്തിൽ നമുക്കൊരു ജീവിതമുണ്ട്. മായാത്ത, മറയാത്ത, മങ്ങാത്ത ഒരു ജീവിതം, നിത്യമായ ഒരു നിക്ഷേപം, ചിതലും തുരുമ്പും കീടങ്ങളും ഒന്നും നശിപ്പിക്കാത്ത, പുഴു അരിച്ചു കളയാത്ത, വോണൗട്ടാവാത്ത, ജീർണിക്കാത്ത ഒരു ജീവിതം. ആ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ യേശുവിലേക്ക് എത്തുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ, അവിടുന്ന് അയച്ച ഏകസത്യദൈവമായ പിതാവിനെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അതുകൊണ്ട് ആ നിത്യജീവനിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കണ്ണ് എപ്പോഴും തുറന്നിരുന്ന് ഞാൻ ജീവിക്കേണ്ടത് നിത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ലോകത്തിലെ താൽക്കാലിക സന്തോഷങ്ങളെല്ലാം നല്ലതാണ്. അതെല്ലാം മനുഷ്യന് ദൈവം തന്നിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ നോട്ടം മുഴുവൻ എപ്പോഴും സ്വർഗത്തിലേക്കാണ്, ഉന്നതത്തിലേക്കാണ്. അതുകൊണ്ട് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവിടുന്ന് നമ്മളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ വാനമേഘങ്ങളിൽ എഴുന്നള്ളി വരും. അതുകൊണ്ട് നമ്മുടെ നിക്ഷേപം നമ്മൾ വെക്കേണ്ടത് എവിടെയാണ്? യേശുവിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മേഘത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാൻ. 2 കരങ്ങൾ നന്നായിട്ടൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. അതിനെ തുറന്ന് സ്തുതിച്ചേ. യേശുവേ സ്തുതിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് നന്നായിട്ട് കരങ്ങളടിച്ച് ഹല്ലേലൂയ. ഇരിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 14-ാമത്തെ അധ്യായം. മത്തായി 14 നമ്മൾ കണ്ടത്, അവൻ കരക്കിറങ്ങിയപ്പോൾ 14-ാമത്തെ വാക്യം, വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജനസ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അതെൻ്റെ അടുത്ത്. ശ്രദ്ധിക്കുക, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ശിഷ്യന്മാരുടെ ഓപ്ഷൻ. ശിഷ്യന്മാർ ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ശിഷ്യന്മാർ കണ്ടെത്തിയ പരിഹാരം എന്തായിരുന്നു? ഒഴിവാക്കുക, ഉപേക്ഷിക്കുക, പറഞ്ഞു വിടുക. യേശുവിൻ്റെ പരിഹാരം എന്താണ്? ഏറ്റെടുക്കുക, സ്വീകരിക്കുക. കർത്താവ് തന്നെ അവരുടെ കാര്യം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ കർത്താവ് ഈശോ മിശിഹ വിശന്ന് വലഞ്ഞു വന്ന, വളരെ ദാഹത്തോടെ വന്ന, ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്ന ഒരു ജനത്തിനു വേണ്ടി നിങ്ങൾ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച ഭക്ഷണത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം. ഞാൻ ഒന്നുകൂടെ പറയാം. ദാഹാർത്തരായും വിശന്നു വലഞ്ഞവരായും തന്നെ തേടിയെത്തിയ ജനതയ്ക്ക് നിങ്ങൾ തന്നെ കൊടുക്കണം ഭക്ഷണം എന്ന് പറഞ്ഞ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ആ നിത്യമായ നിലനിൽക്കുന്ന, കുറഞ്ഞു പോകാത്ത, തീർന്നു പോകാത്ത ഭക്ഷണത്തിൻ്റെ പേരാണ് ദിവ്യകാരുണ്യം, പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സമാപന രാത്രിയിൽ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് അല്പം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ 5000-ഓളം നമുക്ക് ഇതിൻ്റെ ഒരു വിശദാംശം മനസ്സിലാക്കുന്നതിന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരിക. ഈ തുടർന്ന് വരുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് വരിക. അതിൻ്റെ 10-ാമത്തെ വാക്യം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 10-ാമത്തെ വാക്യം. യേശു പറഞ്ഞു, ആളുകളെ എല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. ഇനി ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കിവിടെ മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോ പറയുകയാണ്, മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൻ്റെ പരിഭാഷയിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഈശോ പറയുകയാണ്, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആളുകളെല്ലാം ഇത് കേട്ട് അവിടെ ഇരുന്നു. ഇരുത്തുക, ഇരുന്നു. അപ്പം നമുക്കതൊരു സാധാരണ നമ്മൾ ഇരിക്കുന്നത് പോലെ ഒരു ഇരിപ്പായിട്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിലാണ് ഇത് എഴുതപ്പെടുന്നത്, പുതിയ നിയമം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് ചാരിയിരിക്കുക എന്നാണ്. ഇരിക്കുക എന്നല്ല, റിക്ലൈൻ എന്നാണ് ഇംഗ്ലീഷ് വാക്ക്. വേണമെങ്കിൽ റിക്ലൈൻ, RECLINE, റിക്ലൈൻ, ചാരിയിരിക്കുക എന്നാണ്. അപ്പോൾ ആ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഇവരെ എല്ലാവരെയും റിക്ലൈൻ ചെയ്യാൻ പറയുകയാണ്. റിക്ലൈനിങ് ചെയർ ഒക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ചാരാവുന്ന ചെയർ അല്ലേ, ഇങ്ങനെ പുറകോട്ട് പോകുന്ന ചെയർ, അതാണ് റിക്ലൈനിങ് ചെയർ, ചാരിയിരിക്കുക. അപ്പോൾ പുരുഷന്മാരെല്ലാവരും ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ അവരെല്ലാവരും ചാരിയിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തിനാണ് അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് യോഹന്നാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് അപ്പസ്തോലന്മാരെല്ലാം കൊടുത്തിട്ടുണ്ടത്. ഈ വിവരണം നടത്തുമ്പോൾ അവർ ആ ചാരിയിരിക്കുന്നു എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണത്? അതിന് ഒരു ആരാധനാ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഇതാണ്. യഹൂദന്മാരുടെ പെസഹ തിരുനാളിൽ യഹൂദന്മാർ ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് സാധാരണ നമ്മൾ ഇരിക്കുന്ന പോലല്ല, അവർ ചാരിയിരുന്നായിരുന്നു പെസഹ ഭക്ഷണം കഴിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട് യോഹന്നാൻ ചോദിച്ചു, ഗുരു, നിന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് ആരാണ്? വക്ഷസിൽ ചാരിക്കിടന്നുകൊണ്ട്. അതായത് ചാരിയിരിക്കുന്നൊരു പോസ്റ്ററാണ് പെസഹ ഭക്ഷണത്തിൻ്റെ ശരീരഭാഷ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഇവിടെ ഇരുന്നു, റിക്ലൈനാണ്, ചാരിയിരുന്നു എന്നാണ് അപ്പസ്തോലന്മാർ ഉപയോഗിക്കുന്ന വാക്ക്. ആ വാക്ക് കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ അപ്പം മുറിച്ച് വിതരണം ചെയ്യുന്ന കർമ്മം യഹൂദൻ്റെ പെസഹ ആരാധനയോട് തുലനം ചെയ്തുകൊണ്ടാണ് യേശു ഇരുത്താൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല പുൽത്തകിടി, അവിടെ പുൽത്തകിടിയിൽ ഇരുന്നു എന്നാണ് പറയുന്നത് അല്ലേ, പുൽത്തകിടിയിൽ. ആ പുൽത്തകിടിയിൽ ഇരുന്നു. പുല്ല് തഴച്ചു വളരുന്ന ഒരു സീസൺ എന്ന് പറയുന്നത് പെസഹായുടെ കാലമാണ്. ഈ ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ ഈ ഭാഗം പെസഹ ഭക്ഷണവുമായി ബന്ധപ്പെടുത്തി വായിക്കേണ്ടതാണ് എന്ന് വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്ന വിശദാംശങ്ങളാണ്. ഞാൻ കാര്യത്തിലേക്ക് വരികയാണ്, ശ്രദ്ധിച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം ഇത് പെസഹ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ഭക്ഷണമാണ്. ദൈവം തൻ്റെ ജനത്തിന് വിളമ്പുന്ന ഭക്ഷണമാണത്. അത് ദൈവം അനുശാസിച്ച പ്രകാരം ജനം കഴിക്കുന്ന ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിക്കാൻ അവർ ഇരുന്നത് ചാരിയിരുന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെപ്പോഴാണ് ചാരിയിരിക്കുന്നത്? ഒരാളെപ്പോഴാണ് ചാരി കിടക്കുന്നത്? എപ്പോഴാണ്? അയാൾ വളരെ ക്ഷീണമുള്ളപ്പോഴല്ല, ഒരാൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോഴാണ് അയാൾ ചാരി കിടക്കുന്നത് അല്ലേ. അയാൾക്ക് പ്രത്യേകിച്ചൊന്നും അല്ലേ. ഒരാൾ ചാരി കിടക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ കൺവെൻഷന് വന്നിട്ട് എനിക്ക് കസേര ഇടുമ്പോൾ ഞാനകത്ത് ചാരി കിടക്കത്തില്ല. കാരണം എന്താ? നിങ്ങളിരിക്കുന്നതെന്ന് ഓർത്തിട്ടല്ല, മറിച്ച് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഉടനെ. അതുകൊണ്ട് അങ്ങനെ റിലാക്സ്ഡ് ആവാൻ എനിക്ക് പറ്റില്ല. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കർമ്മനിരതനാവാനുള്ള ഒരുക്കത്തിലാണ്. ആ സമയത്ത് എനിക്ക് ചാരാൻ പറ്റില്ല. ഒരാൾ ചാരിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഔട്ട് ഓഫ് വർക്ക്, അയാളുടെ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് അയാൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് ദൈവം തരുന്ന
വളരെ റിലാക്സ്ഡ് ആയിട്ട് ദൈവം തരുന്ന വിശ്രമം അനുഭവിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഭക്ഷണമാണിത്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ദിവ്യകാരുണ്യത്തിന് അടുത്തേക്ക് വരുമ്പോൾ, ശ്രദ്ധിക്കാമോ, പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമമാണ്, അല്ലെങ്കിൽ ആശ്വാസമാണ്, അല്ലെങ്കിൽ ഈ റിലാക്സേഷനാണ്, അല്ലെങ്കിൽ സമാധാനമാണ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? കുർബാനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ സമാധാനമാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ പറയുന്നത്. കുർബാനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ്? സമാധാനം. ശരിയായ അർത്ഥത്തിലാണ് ദിവ്യകാരുണ്യത്തെയും ബലിപീഠത്തെയും സമീപിക്കുന്നതെങ്കിൽ നമുക്ക് നിത്യമായ സമാധാനമാണ് ഓരോ ബലിയർപ്പണത്തിൽ നിന്നും ലഭിക്കുന്നതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. ഉറക്കെ പറയാം ഹല്ലേലൂയ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ റിക്ലൈൻ ചെയ്ത് ഇരുന്ന് കഴിക്കൂ എന്ന് പറയുന്ന ഭാഷ ഉപയോഗിക്കുന്ന വിധത്തിൽ ഇത് ജനത്തിന് നൽകുന്ന വിശ്രമമാണ് എന്ന് പറയുന്നത്? ഇതിനൊരു പഴയ നിയമ വായനയുണ്ട്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതുകൊണ്ട് എടുക്കണ്ട, ഞാൻ വായിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നതാണത്. അത് സങ്കീർത്തന പുസ്തകം 23 23-ാം സങ്കീർത്തനം. 23-ാം സങ്കീർത്തനത്തിൽ എങ്ങനെയാണ്? അവിടുന്ന് എനിക്ക് ഒന്നാമത്തെ വാക്യം, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കും. ഇതാണ് ഈ ശിഷ്യന്മാർ ഈ വാക്കെടുത്തിട്ടാണ് പുൽത്തകിടിയിൽ ഇരുന്നു എന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാരുടെ മനസ്സിൽ ഈ 23-ാം സങ്കീർത്തനമുണ്ട്. ആശ്വാസം തരുമെന്നും വിശ്രമം തരുമെന്നും നിങ്ങൾക്ക് റിലാക്സേഷൻ തരുമെന്നും സമാധാനം തരുമെന്നും വാഗ്ദത്തം ചെയ്ത ദൈവം ജനത്തിന് സമാധാനം കൊടുക്കാൻ അവരെ ഇരുത്തി കൊടുക്കുന്ന, അവരെ റിക്ലൈൻ ചെയ്തിരുത്തി കൊടുക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന എന്ന ആശയമാണ് ഈ വാക്കുകളിലൂടെ അപ്പസ്തോലന്മാർ ജനത്തോട് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? നിങ്ങളുടെ ഇടവക പള്ളിയിലേക്ക് നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ, കുർബാനയെ നിങ്ങൾ സമീപിക്കുമ്പോൾ, നിങ്ങൾക്ക് അവിടെ നിന്ന്, എനിക്കും നിങ്ങൾക്കും ഓരോ കുർബാനയിൽ നിന്ന് ലഭിക്കുന്നത് എന്താണ് ലഭിക്കുന്നത്? വിശ്രമം, ആശ്വാസം, സമാധാനം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അടുത്തൊരു ചോദ്യമുണ്ട്, അതെങ്ങനെയാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് വിശ്രമം ലഭിക്കുന്നത്? എങ്ങനെയാണ് വിശ്രമം ലഭിക്കുന്നത്? പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആശ്വാസം കിട്ടുന്നത്? പരിശുദ്ധ കുർബാന ഭക്ഷിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ശാന്തി കിട്ടുന്നത്? അതെന്തുകൊണ്ടാണ്? അതിനൊരു കാരണമുണ്ട്. ഈ കുർബാനയിൽ മലങ്കരക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛനിങ്ങനെ പ്രാർത്ഥിക്കും, വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു, അല്ലേ? അത് കഴിയുമ്പോൾ ആളുകൾ എന്താ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധനായ ഏക റൂഹായും അല്ലാതെ പരിശുദ്ധൻ ഇല്ല. അതെന്തിനാ അവിടെ പറയുന്നത്? ചുമ്മാ ഇരുന്നാലോചിച്ചേ. അച്ഛൻ പറയുകയാണ് വിശുദ്ധ കുർബാന വെടിപ്പുള്ളവർക്കേ തരുത്തുള്ളൂ. ഇത് അച്ഛൻ വളരെ നല്ല ഭാഷയിൽ പറഞ്ഞാണ്. എന്താണ്? വിശുദ്ധ രഹസ്യങ്ങൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വെടുപ്പില്ലാത്ത, വിശുദ്ധി ഇല്ലാത്ത ഒരെണ്ണം ഇങ്ങോട്ട് വരരുതെന്ന് പറയുന്നതാണ്, നല്ല ഭാഷയിൽ പറഞ്ഞാണത്. മനസ്സിലായോ? അപ്പം ജനത്തോട് എന്താ പറഞ്ഞേ? കുർബാന സ്വീകരിക്കാൻ വന്നിരിക്കുന്ന ജനത്തോടും തന്നോടും അച്ഛൻ പറയുകയാണ് വിശുദ്ധ കുർബാന വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു, അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ കുർബാന എന്ന് അച്ഛൻ പറഞ്ഞു. ഉടനെ ആളുകൾ ഒരു ജാമ്യം എടുക്കുകയാണ്. എന്താണ് ജാമ്യം? അയ്യോ, പരിശുദ്ധനായിട്ട് ഒറ്റ ആളേ ഉള്ളൂ. ആര്? പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. അപ്പൊ ഞങ്ങളെല്ലാം പാപികളാണ് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ് അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പറയുകയാണ് ദൈവം മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ, ഞങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ഉള്ളിൽ കുറവുകളുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുകയാണ്. അതൊരു കുറ്റസമ്മതമാണ്, അതൊരു കുമ്പസാരമാണ്, അതൊരു ഏറ്റുപറച്ചിലാണ്. അത് കഴിയുമ്പോൾ അച്ഛൻ പറയും, തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ. തൻ്റെ കരുണയാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ. ഉണ്ടായിരുന്നതും ഉണ്ടാകാനിരിക്കുന്നതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോട് കൂടെ. മനുഷ്യൻ എങ്ങനെയാണ് വിശ്രമം കിട്ടുന്നതെന്നറിയാമോ?
മനുഷ്യൻ എങ്ങനെയാണ് ആശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നറിയാമോ? മനുഷ്യൻ്റെ ഹൃദയഭാരങ്ങൾ എവിടെയാണ് ഉരുകി ഒലിച്ചില്ലാതാകുന്നതെന്നറിയാമോ? മനുഷ്യൻ്റെ ഉള്ളിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ അന്ധകരണത്തെ ഭാരത്തിൽ വീർപ്പ് മുട്ടിക്കുന്ന ഹൃദയവേദനകൾ ഇല്ലാതാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവനൊരു ഉറപ്പ് കിട്ടുകയാണ്, ഈ ജീവിതത്തിൻ്റെ സർവ്വ സംഘർഷങ്ങളിലും സമരങ്ങളിലും ജീവിതത്തിൻ്റെ സകല ദുഃഖ ഭാവങ്ങളിലും ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ പിതാവായ ദൈവമുണ്ട്, പുത്രനായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് എന്നതാണ് ഒരു മനുഷ്യനെ വിശ്രമത്തിലേക്ക് പുൽത്തകടിയിലിരുത്തി ദൈവം തരുന്ന വിശ്രമം ഇതാണ്. നിന്റെ പ്രശ്നം ചിലപ്പോൾ മാറുന്നുണ്ടാവില്ല, പക്ഷേ നിന്റെ ദൈവം നിന്റെ കൂടെ അപ്പോഴും ഉണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവം കൂടെയുണ്ട്. ഇതാണ് എല്ലാ ലിറ്റർജിയിലും ഉണ്ട് ഇത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലത്തീൻ കുർബാനയിൽ കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ, കർത്താവ് നിങ്ങളോട് കൂടെ, അല്ലേ? സിറമലബ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്താണ്? നമ്മുടെ കൂടെ ബലവാനാം കർത്താവ് എന്നേക്കും, രാജാവാം ദൈവം നമ്മോടൊത്തെന്നും, യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാ കുർബാനയിലും ഉണ്ട്. ഇത് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഈ കുർബാനയിൽ ജനത്തോട് തിരുവചനത്തിലൂടെയും അതുപോലെ സഭാപ്രബോധനത്തിലൂടെയും രൂപപ്പെട്ട ഒരു പ്രബോധനമനുസരിച്ച് സഭ പറയുകയാണ്, നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അങ്ങനെ ഈ ജനത്തെ കർത്താവ് ഇരുത്താൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുക, ശാന്തമായിട്ടിരിക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. എനിക്കറിഞ്ഞുകൂടാ ഈ പ്രദേശത്ത് നിത്യാരാധന കേന്ദ്രങ്ങളുണ്ടോന്ന്. ഉണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുക. പ്രാർത്ഥിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം ഇതാണ്. അതായത് ഞാനൊരു കാര്യം വളരെ 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 മർമ്മപ്രധാനമായൊരു കാര്യം പറയാം. ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ആത്മീയ ബോധ്യങ്ങളിൽ ഒന്നിതാണ്. അതായത് ഒരു ദേശം അങ്ങനെ തന്നെ ഇട്ടാൽ, ഒരു ദേശത്തെ അങ്ങനെ തന്നെ കണ്ടാൽ, ഒരു ദേശത്തെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ഈ ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളും വിശ്വാസികൾക്ക് എതിരാണ്. ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കേൾക്കണം. എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ സത്യങ്ങളിലൊന്ന് ഇതാണ്. അതായത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, ഇടപെട്ടില്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ, പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭൂമിയിലുള്ള സകല സ്ഥലങ്ങളും വിശ്വാസികൾക്ക് എതിരാണ്. ഉദാഹരണം പറയട്ടെ. ഇപ്പം നമ്മൾ ഈ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഈ സ്ഥലം, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ഇതിനെ ആത്മീയമായ അന്തരീക്ഷത്തിൽ ഒരുക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ സ്ഥലം വചനപ്രഘോഷണത്തിന് എതിരാവുന്നൊരു സ്ഥലമാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാ സ്ഥലവും അങ്ങനെയാണ്. പള്ളി നിൽക്കുന്ന സ്ഥലം, ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം, വീട്, എല്ലാം. അതായത് നമ്മൾ അറ്റൻഡ് ചെയ്ത് പോസിറ്റീവായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഭൂമിയിലെ സകല സ്ഥലങ്ങളും വിശ്വാസത്തിനും ദൈവപ്രവർത്തിക്കും എതിരാണ്. എൻ്റെ വലിയ ബോധ്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്ഥലത്തെ ദൈവത്തിൻ്റെതാക്കി മാറ്റണം. ഈ സ്ഥലത്തെ പിടിച്ചെടുക്കണം. ബൈബിളിൻ്റെ ഭാഷ ഏതാണ്? നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ആ സ്ഥലം നമ്മൾ പിടിച്ചെടുക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്നറിയാമോ? ഒരു സ്ഥലം നമുക്കെതിരായാൽ അവിടെ വിശ്വാസിക്ക് മുന്നോട്ട് പോവുക വളരെ പ്രയാസമാണ്. ഒരുപാട് ആളുകൾ കിടന്ന് വിഷമിക്കുന്ന എന്തുകൊണ്ടെന്നറിയാം? അവർ നല്ലവരാണ്, പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലം അവർക്കെതിരാണ്. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേട്ടോ. ഇന്ന് രാത്രിയിൽ ഒരുപാട് ആളുകൾ നല്ലവരാണ്, പക്ഷെ അവർ താമസിക്കുന്ന സ്ഥലം അവർക്കെതിരാണ്. ആ സ്ഥലം അവർ രക്ഷപ്പെടാനോ അവരുടെ കുഞ്ഞുങ്ങൾ നന്നാവാനോ സമ്മതിക്കാത്ത സ്ഥലമാണ്. ആരോടും ഒരു തർക്കത്തിന് ഞാൻ ഈ വിഷയത്തിൽ തയ്യാറാണ്. ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഞാൻ വെച്ച് നീട്ടിത്തരാം. അപ്പം ആളുകൾ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കുക, എന്നാൽ പിന്നെ സ്ഥലം വിറ്റ് പോകാം. സ്ഥലം വിറ്റ് പോകാനല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് എന്താ പറഞ്ഞാൽ അറിയോ? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട്, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന സ്ഥലത്താണേലും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം, യേശുവിനെ കുറിച്ച് പഠിപ്പിക്കണം, വചനം പ്രഘോഷിക്കണം, പ്രാർത്ഥിക്കണം, കൂദാശകൾ പരിക്രമം ചെയ്യണം. ഇങ്ങനെ എന്ത് ചെയ്യും? അവിടെ അത് കർത്താവിൻ്റെ സ്ഥലമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ.
അപ്പോൾ വളരെ ശ്രദ്ധിച്ചേ, ഈ സ്ഥലം പിടിച്ചെടുക്കാൻ പല വഴികളുണ്ട്. സ്ഥലം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് അൺഅറ്റൻഡഡ്, ദ പ്ലേസ്, ദ എൻവയോൺമെന്റ്, ദ സിറ്റുവേഷൻ ഈസ് എഗെയിൻസ്റ്റ് ദ ബിലീവർ, ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ്. നമ്മൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം. നമ്മളതിനെ പിടിച്ചെടുക്കണം, അത് നമ്മുടേതാക്കി മാറ്റണം, ദൈവത്തിൻ്റെതാക്കി മാറ്റണം. ഒരു സ്ഥലം ദൈവത്തിൻ്റെതായി മാറാൻ അവിടെ പള്ളി വെച്ചതുകൊണ്ടായില്ല. പറയുമ്പോൾ സങ്കടം തോന്നരുത്. അവിടെ ഒരു പള്ളി വെച്ചതുകൊണ്ട് അത് ദൈവത്തിൻ്റെതാവില്ല. ആ പള്ളിയിൽ നിരന്തര ആരാധനകൾ നടക്കണം. ശ്രദ്ധിച്ചോണം, പിശാച് ഒരു സ്ഥലത്തെ കൈയടക്കി വെച്ചിരിക്കുന്നത് ആ പിശാചിന് അവിടെ ആരാധന കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ്. പിശാചിന് അവിടെ ആരാധന കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് പാപവും മനുഷ്യൻ്റെ ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികളും വഴി ആ സ്ഥലം പിശാചിന് ഇപ്പോഴും ആരാധന കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സാത്താൻ ആ സ്ഥലത്ത് ആധിപത്യം ഉറപ്പിച്ച് അവിടെ വാഴുന്നത്. ആ സ്ഥലം വിശ്വാസിക്കെതിരാണ്. അപ്പം ആ സ്ഥലം പിടിച്ചെടുക്കണമെങ്കിൽ അവിടെ ആരാധന നടക്കണം. ഇവിടെ സത്യദൈവമായ യേശുക്രിസ്തുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം യേശുവിൻ്റെതായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ഈ കാലഘട്ടത്തിലെ യാത്രക്കിടയിലും പഠനത്തിനിടയിലും അനുഭവത്തിനിടയിലും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതാണ്: ഒരു സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു ആരാധനയ്ക്ക് ഒരു ചാപ്പലുണ്ടാക്കുക. നമ്മൾ 2017 ധ്യാന കേന്ദ്രത്തിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആദ്യം തന്ന ബോധ്യം, ആദ്യം ആരാധന ഉണ്ടാക്കുക, ആദ്യം ആരാധിക്കാൻ ഒരു സ്ഥലം ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ രാവും പകലും ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലം ദൈവമക്കളുടേതായിട്ട് മാറും. ഇപ്പോൾ ഇവിടെ പിശാച് ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ പിതാവ് ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് പറഞ്ഞിരുന്നത് എന്താണ്? ദേശത്തിൻ്റെ അരൂപി നിർവേരി ആവട്ടെ എന്ന് പറഞ്ഞു. എന്താണ് ഈ ദേശത്തിൻ്റെ രൂപി? ഇതാണ് ഈ ദേശത്തിൻ്റെ രൂപി. ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൊട്ടാരക്കരയിലുള്ള ദൈവജനത്തോട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരാഗ്രഹം ഞാൻ പറയുകയാണ്, നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഇഷ്ടം പോലെ നിത്യാരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായാൽ നിങ്ങളുടെ നാട് രക്ഷപ്പെടും, നിങ്ങളുടെ വീടും രക്ഷപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ആ ദേശത്ത് അന്ധകാരങ്ങൾ മാറിപ്പോവും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ അമേരിക്കയിൽ ഒക്കൽഹോമ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഒക്കൽഹോമയുടെ പ്രത്യേകത, അവിടെ അത് സാത്താന് ക്ഷേത്രമുള്ള സ്ഥലമാണ്. സാത്താൻ ടെമ്പിൾ, സെയ്റ്റൻ ടെമ്പിൾ ഉള്ള സ്ഥലമാണ് ഒക്കൽഹോമ. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും, ഒരു 7-8 കൊല്ലം മുമ്പ് സാത്താന് ആരാധന നടത്താൻ തിരുവോസ്തി മലിനമാക്കി സാത്താനെ ആരാധിക്കാൻ ഈ ഒക്കൽഹോമയിലാണ് ആളുകൾ ഒരുമിച്ച് കൂടിയത്. ഇപ്പോൾ ഈ ഒക്കൽഹോമയിൽ ഞങ്ങൾ ഒരു യാക്കോബായ പള്ളിയിൽ ഒരു ധ്യാനത്തിന് പോയപ്പോൾ ആ ധ്യാനത്തിന് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചിരുന്നത് 3 ചെറുപ്പക്കാരാണ്. ആ ചെറുപ്പക്കാർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അനിലച്ച, ഈ സ്ഥലത്തിരുന്നാണ് ഞങ്ങൾ അച്ഛൻ്റെ ധ്യാനം ഇവിടെ വരാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് അച്ഛനൊന്ന് നോക്കിയേക്കാൻ പറഞ്ഞു, കഥ ഞങ്ങൾ ഇനി വണ്ടി വിടുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നു, ഒരു ചാപ്പൽ കാണിച്ചു തന്നു. എന്നിട്ട് അവർ മുന്നോട്ട് പോയി. പോകുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഈ സ്ഥലം, ഈ ചാപ്പൽ നിൽക്കുന്ന സ്ഥലം, ഇത് ഒരു ഇന്ത്യക്കാരനായ ഡോക്ടർ നടത്തിയിരുന്ന അബോർഷൻ ക്ലിനിക്കായിരുന്നു. ഗർഭഛിദ്രം 100 കണക്കിന് 1000 ഗർഭഛിദ്രങ്ങൾ നടത്തിയ, അവിടെ ഇത് നിയമവിധേയമാണ്. അതുകൊണ്ട് ഗർഭഛിദ്രങ്ങൾ നടത്തി ഈ ഇന്ത്യൻ ഡോക്ടർ അനേകം കുഞ്ഞുങ്ങളെ കുരുതി കൊടുത്ത സ്ഥലമാണ് ഈ സ്ഥലം. ഈ ഗർഭഛിദ്രം ദൈവഹിതത്തിനെതിരാണെന്നും ഇത് ഈ ദേശത്തെ നശിപ്പിക്കുമെന്നും ഗർഭഛിദ്രം നടക്കുന്ന സ്ഥലങ്ങളിൽ മനുഷ്യൻ്റെ രക്തം കടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുമെന്നും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ബൈബിള് വായിക്കുന്ന ഒരു അച്ഛൻ ആ പള്ളിയിൽ വന്നപ്പോൾ അച്ഛനത് മനസ്സിലായി. കാരണം അതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ അച്ഛന് മനസ്സിലായി, ഈ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഈ അബോർഷൻ ക്ലിനിക്ക് ഇവിടെ ദൈവത്തിൻ്റെ പ്രതികാരം വിളിച്ചിറക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ അച്ഛൻ ആ പള്ളിയിൽ തന്നെയുള്ളൊരു യൂത്തിനെയും കൂട്ടി ഈ അബോർഷൻ ക്ലിനിക്കിൻ്റെ മുമ്പിൽ പോയി നിന്ന് കയ്യിൽ ജപമാല പിടിച്ച് ഇങ്ങനെ കൈ ഉയർത്തി ജപമാല ചൊല്ലും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ പള്ളിയിലേക്ക് കയറി ചെന്നിട്ട് പള്ളിയിൽ അൾത്താരയിൽ അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അച്ഛനും ഈ ചെറുപ്പക്കാരനും കൂടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ മുട്ടുകുത്തിയിട്ട് മണിക്കൂറുകൾ ദൈവത്തെ ആരാധിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ,
ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കുരുതി കൊടുക്കപ്പെടുന്ന ഈ അബോർഷൻ ക്ലിനിക്കിനെ കർത്താവേ അങ്ങ് ഒരാരാധന ചാപ്പലാക്കി മാറ്റണമേ. കർത്താവേ അവിടെ ഈ അരളിക്കയിൽ അങ്ങേ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഡോക്ടറെ ചില നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ഫ്രീസ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫിനാൻസ് ഫ്രീസ് ചെയ്തു, അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ആ സമയത്ത് കടുത്ത സാമ്പത്തിക ബാധ്യത മൂലം അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടികൾ ലേലത്തിന് വെച്ചു. വിൽക്കാനിട്ടപ്പോൾ ലേലത്തിന് വെച്ചപ്പോൾ ഈ അച്ഛൻ ഉൾപ്പെടുന്ന രൂപത ഈ അബോർഷൻ ക്ലിനിക്ക് ലേലത്തിൽ വാങ്ങി. അച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം രൂപതയും മെത്രാനും അനുവാദം കൊടുത്ത് ഈ അബോർഷൻ ക്ലിനിക്ക് അവർ വെഞ്ചരിച്ച് വിശുദ്ധീകരിച്ച് ഒരു ആരാധന ചാപ്പലാക്കി മാറ്റി. ഈ ചെറുപ്പക്കാർ പറയുകയാണ്, അവിടെ ഇരുന്നാണ് അച്ഛാ ഞങ്ങൾ ഈ ധ്യാനം നടത്താൻ വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ തിന്മ നിറഞ്ഞൊരു ദേശത്തെ മാറ്റിമറിക്കുന്നത് യേശുവിനെ ആരാധിക്കുന്നത് വഴി മാത്രമാണ്. വേറൊരു വഴിയില്ല അതിന്, വേറൊരു വഴിയില്ലത്. നമ്മൾ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടോ, ആളുകളെ വഴക്ക് പറഞ്ഞത് കൊണ്ടോ, പിള്ളേരെ ശാസിച്ചത് കൊണ്ടോ, കിടന്ന് വഴക്കിട്ടത് കൊണ്ടോ ആരും നന്നാവാൻ പോണില്ല. നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കണം. ഉപദേശം കൊണ്ട് മനുഷ്യർ മാറില്ല. ഞാൻ അനുഭവിച്ച് പഠിച്ച സത്യങ്ങൾ ഞാൻ പറയാം. ഉപദേശം കൊണ്ട് മനുഷ്യൻ മാറില്ല, ഭീഷണി കൊണ്ട് മനുഷ്യൻ മാറില്ല. കേസ് വന്നാൽ മനുഷ്യൻ മാറുമോ? മാറത്തില്ല. ജയിലിൽ നിറയും കഴിയുമ്പോൾ വീണ്ടും മോഷ്ടിച്ചവൻ വീണ്ടും മോഷ്ടിക്കാൻ പോകും. ഉപദേശം കൊണ്ട് മാറില്ല, ഭീഷണി കൊണ്ട് മാറില്ല, ശാസന കൊണ്ട് മാറില്ല, കേസ് കൊണ്ട് മാറില്ല, പോലീസ് പിടിച്ചാൽ മാറില്ല, നാണക്കേട് വന്നാൽ മാറില്ല, മാറാൻ പറ്റില്ല മനുഷ്യന്. മനുഷ്യൻ മാറണമെങ്കിൽ അവൻ്റെ ആത്മാവിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെടണം, അല്ലാതെ ഒരുത്തനും മാറ്റം വരുത്തില്ല. അങ്ങനെ മാറണമെങ്കിൽ അവിടെ ദൈവം ആധിപത്യം ഉറപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദേശത്ത് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ? ഇരിക്കണം. യേശു പറഞ്ഞെന്തെന്നറിയോ? നിങ്ങളിവിടെ ഇരിക്കാൻ പറഞ്ഞു. അവരെവിടെ ഇരുന്നത്? അവർ യേശുവിൻ്റെ അടുത്ത് കയ്യിൽ ഒരപ്പവും പിടിച്ച്, അല്ലെങ്കിൽ 5 അപ്പവും പിടിച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പിതാവിനെ ആരാധിച്ച് ഇത് മുറിച്ച് വിളമ്പുന്ന യേശുവിൻ്റെ അടുത്ത് അവരിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവജനം എവിടെ ഇരിക്കേണ്ടത്? ദൈവജനം ദിവ്യകാരുണ്യ അപ്പം കൈകളിലെടുത്ത് ഇങ്ങനെ നീട്ടി നിൽക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ ദൈവജനം ഇരുന്നാൽ ദേശം അവരുടെ സ്വന്തമായിട്ട് മാറും. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണം എന്നറിയാമോ? ഇഷ്ടം പോലെ ഈ കൊട്ടാരക്കര പ്രദേശത്ത് ഇഷ്ടം പോലെ നിത്യാരാധന ചാപ്പലുകൾ വരാനും അവിടെ പോയി ആളുകൾ ഇരുന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ള നന്മ എന്താണെന്നറിയാമോ? ഇഷ്ടം പോലെ ആരാധന ചാപ്പലുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്, ഓരോ പള്ളിയോട് ചേർന്നുമുണ്ട്. അതുകൊണ്ട് ദൈവജനം അവിടെ പോയി ദൈവത്തെ ആരാധിക്കും. പകൽ സമയത്തൊക്കെ പോയിരിക്കും. പിന്നെ എന്തെന്നറിയാമോ? പള്ളികൾ സാധിക്കുമെങ്കിൽ പൂട്ടിയിടരുത്, പറ്റുമെങ്കിൽ പൂട്ടിയിടരുത്. പൂട്ടിയിടുന്ന എന്താ? അച്ഛന്മാർ പള്ളി പൂട്ടിയിടുന്ന എന്തുകൊണ്ടാണ്? പള്ളിയിൽ ആരും വരാത്തത് കൊണ്ടാണ്. വല്ലവരും വരുമെങ്കിൽ പള്ളി തുറന്നിടും. ആരും വരാതിരുന്നിട്ട് വല്ല കള്ളനും വന്ന് കുത്തി തുറന്ന് പോകാതിരിക്കാനാണ് പള്ളി അടച്ചിടുന്നത്. എന്നാൽ ദൈവജനം വന്നാലോ? വീട്ടിൽ ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ ഫ്രീ ഉണ്ട്. അപ്പോൾ ഇടവക പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ഒരമ്മ വന്നാൽ നിശ്ചയമായിട്ട് ആ പള്ളി തുറന്നിടും. ഇപ്പം തുറക്കാത്തതിൻ്റെ പേരിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തുറക്കാത്ത എന്താ? തുറക്കേണ്ട ആവശ്യമില്ല എന്നിട്ടാണ്. തുറക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായാൽ പള്ളി തുറക്കും. പള്ളികളിൽ മനസ്സിലായി, ഞായറാഴ്ച കുർബാന കഴിഞ്ഞു, പിന്നെ രാവിലത്തെ കുർബാന ചില സ്ഥലത്തുണ്ട്, അതും കഴിഞ്ഞു, പിന്നെ പള്ളിയിൽ ആരുമില്ല. ആരാധന, നിരന്തരമായ ആരാധന നടക്കുന്ന സ്ഥലങ്ങളിൽ ദേശത്തിൻ്റെ അരൂപികൾ ബന്ധിക്കപ്പെടും. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും എഴുതി വെച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയം സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതായത് ഇരിക്കണം. എല്ലാവരും ഇരുന്നപ്പോൾ കർത്താവ് അവർക്ക് വിളമ്പി. നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചേ, ഇരുന്നപ്പോഴാണ് വിളമ്പിയത്. നമുക്ക് വിളമ്പി കിട്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളതിന്, നമ്മൾ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ്. ഇരുന്നാൽ കിട്ടും, ഇരുന്നില്ലേൽ കിട്ടത്തില്ല, കിട്ടുന്നില്ലേൽ ഇരുന്നിട്ടില്ല. അപ്പോൾ ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. അവർ ഭക്ഷിച്ച് തൃപ്തരായി മിച്ചം വരുന്നത് വരെ കൊടുത്തു. ദൈവം കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ എന്താണെന്നറിയാമോ? മനുഷ്യന് പിന്നെയും വേണമെന്ന് തോന്നും, പിന്നെയും വേണം. ദൈവം അവന് നിറയുകയും ചെയ്യും, മിച്ചവും വരും. അവിടെ 2 വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്
അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. 2, അവിടെ അപ്പക്കഷണങ്ങൾ മിച്ചം വന്നു. തൃപ്തി, മിച്ചം. ആ വാക്കെന്ന് പറഞ്ഞ് തൃപ്തി, മിച്ചം. ഇതാ മനുഷ്യനില്ലാത്ത ഇതാണ്. തൃപ്തിയില്ല, മിച്ചവും ഇല്ല. ദൈവത്തെ ആശ്രയിച്ചിട്ട് ആരാണ് ഉപേക്ഷിക്കപ്പെട്ടത്? ഇരിക്കണം. നമുക്കിരിക്കാൻ സമയമില്ല. ഇപ്പോൾ വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനകൾ ഏതാണ്ട് അന്യം നിന്ന മട്ടിലാണ്, ഏതാണ്ട് തീർന്ന മട്ടിലാണ്. പണ്ട് പ്രഭാതത്തിലും രാത്രിയിലും പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല. ഇന്ന് സന്ധ്യാപ്രാർത്ഥന പോലും ഉള്ള വീടുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യന് ദൈവസന്നിധിയിൽ ഇരിക്കാൻ സമയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ ദേശത്തേക്ക് വരുമ്പോൾ, ഇവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ കർത്താവിനോട് വചനം ചോദിച്ചുകൊണ്ടേയിരുന്നു. അതായത്, ദൈവമേ, എന്താണ് ഈ ദേശത്തോട് ഈ കൊല്ലം പറയേണ്ടത്? അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആവർത്തിച്ച് എനിക്ക് ദൈവം ഒരു വചനം തന്നുകൊണ്ടേയിരുന്നു. അത് ഞാൻ പറയാതെ പോയാൽ എൻ്റെ കഴുത്തിന് പിടി വീഴും എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അത് എന്നാലും എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളുടെ പ്രീതിയല്ല അന്വേഷിക്കുന്നത്, അതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു വചനം നിരന്തരമായിട്ട് ദൈവം ഈ ദേശത്തേക്ക് വരുമ്പോൾ തന്നുകൊണ്ടേയിരുന്നു. 101% ദൈവത്തിൻ്റെ ആത്മാവിനോട് സത്യസന്ധത പുലർത്തിക്കൊണ്ടാണ് ഞാനീ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ വേദിയിൽ വെച്ച് ഒരു നുണ പറയില്ല എന്ന് പറഞ്ഞാൽ, ചുമ്മാ എന്നാ പരിശുദ്ധാത്മാ അങ്ങനെ ജന്മത്ത് പറയില്ല. പറഞ്ഞാൽ ഇത് അധിക നാൾ നീണ്ടു പോകത്തില്ല. അത് ദൈവം അവിടെ നിർത്തും. അത് മനസ്സിലായോ? ദൈവത്തിൻ്റെ പേരിൽ വ്യാജം പറഞ്ഞാൽ. അതുകൊണ്ട് 101% സത്യസന്ധതയോടെ ഞാൻ പറയുകയാണ്, ഈ ദേശത്തോട് ദൈവം അത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവം പരിശുദ്ധാത്മാവ് തന്ന വചനം ഞാൻ ആദ്യം വായിക്കാം. അതിനുശേഷം ഞാൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം. അതായത്, നമ്മൾ എന്തു ചെയ്യണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്ന ഒരു വചനമാണ്. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ, എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതായത് ആ വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഇതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തിലേക്കും എൻ്റെ നോട്ടത്തിലേക്കും കൺമുമ്പിലേക്കും ദൈവം തന്ന വചനമാണിത്. കൊട്ടാരക്കര പ്രദേശത്തിന് വേണ്ടി. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 29-30 വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക. ഇതാണ് ഈ ദേശത്തിന് വേണ്ടി കർത്താവ് നിരന്തരമായി തന്നുകൊണ്ടിരുന്ന വചനം. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കുക, സർവശക്തിയോടും കൂടെ സൃഷ്ടാവിനെ സ്നേഹിക്കുക, അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് നൽകുകയും ചെയ്യുക. ആദ്യഫലങ്ങൾ, പ്രായശ്ചിത്ത ബലി, ബലിമൃഗത്തിൻ്റെ കുറക്, പ്രതിഷ്ഠാബലി, വിശുദ്ധ വസ്തുക്കളുടെ ഓഹരി എന്നിവയാണ് അവൻ്റെ വിഹിതം. വിഹിതം എന്താണെന്ന് ഞാൻ പറയാം. അച്ഛൻ എന്താ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം, ശ്രദ്ധിച്ചിരിക്കുക. അതായത്, ഈ ദേശത്തോട് ദൈവം ഇത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഹൃദയം തുറന്ന് കേൾക്കണം. നിങ്ങളിത് കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാവും. ഇത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. എനിക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്കതിൻ്റെ നന്മയുണ്ടാവും. ഇത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വരും. കാരണം അത് പറയാൻ ബാധ്യതപ്പെട്ട ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ഭയപ്പെടുക, അവിടുത്തെ പുരോഹിതന്മാരെ ബഹുമാനിക്കണം. ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അതായത്, ഈ നാളുകളിൽ പുരോഹിതന്മാരോടുള്ള ബഹുമാനം ജനത്തിന് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും സമ്മതിക്കും. അപ്പം നിങ്ങൾ ഉടനെ ഒരു ആർഗ്യുമെൻ്റ് പറയും, അതിനെന്താ കാരണം? അത് നിങ്ങൾ അച്ഛന്മാർ തന്നെയല്ലേ. പുരോഹിതന്മാരോടുള്ള ബഹുമാനം കുറയാൻ എന്താ കാരണം? അത് നിങ്ങൾ പുരോഹിതന്മാർ തന്നെയല്ലേ. ആ കാര്യമാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അതായത്, പുരോഹിതന്മാർക്ക് കുറവുകളുണ്ടെന്നും ആ കുറവുകൾ ഒരുപക്ഷെ മുൻകാലങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലാണെന്നും നിങ്ങൾ തിരിച്ചൊരു വാദഗതി എന്നോട് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കുന്നു, ഞാനത് അംഗീകരിക്കുന്നു. ഞങ്ങൾ പോരായ്മയുള്ളവരാണെന്ന് സമ്മതിക്കുന്നു. പോരായ്മയുള്ളവരാണ് എന്ന് സമ്മതിക്കുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിച്ചാൽ എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട്. ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സെമിനാരികളിൽ അച്ഛനാവാൻ വേണ്ടി വരുന്നത്. ആണോ? നിങ്ങളുടെ മകൻ, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ അനുജൻ, നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളാണ് സെമിനാരികളിൽ വൈദികരാവാൻ വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ആ വന്ന ആൾക്കുണ്ട്. ഈ കൊലയിൽ നിന്ന് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ആണോ? അതെ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ നിങ്ങൾക്ക് പരിശീലനം തന്നത് എന്തിനാണ്?
ഉടനെ നിങ്ങളുടെ അടുത്ത ചോദ്യം ഏതാണ്? നിങ്ങൾ എന്താണ് 10 കൊല്ലം സെമിനാരി പഠിച്ചത്? 10 കൊല്ലം സെമിനാരി പഠിക്കുമ്പോൾ ഒരു മനുഷ്യന് മാറാൻ പറ്റുമായിരുന്നെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, 10 കൊല്ലം സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് സമ്പൂർണ്ണമായും മാറാൻ പറ്റുമായിരുന്നെങ്കിൽ എല്ലാ ആളുകളെയും സെമിനാരി വിട്ട് നന്നാക്കി എടുത്ത് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. സെമിനാരിയിൽ എന്താണ് കിട്ടുന്നത്? ഒരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്യാൻ ആവശ്യമായ അറിവുകളും പാഠങ്ങളും അനുഭവങ്ങളുമാണ് സെമിനാരിയിൽ കിട്ടുന്നത്. കഷ്ടപ്പാടുകൾ സഹിച്ചും സഹനങ്ങളിലൂടെ കടന്നുപോയും മനുഷ്യൻ പതുക്കെയാണ് രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ പുരോഹിതന്മാര് ഇരുട്ടി വെളുക്കുമ്പോൾ അച്ഛനായതോടുകൂടി വിശുദ്ധരായി എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് നിങ്ങൾ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കൃപ അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടും ദൈവം അവരോട് കരുണ കാണിക്കുന്നത് കൊണ്ടും അവരെന്ത് ചെയ്യുന്നു? വലിയ പരിക്കുകൾ ഉപദ്രവമില്ലാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പുരോഹിതന് നമ്മൾ എന്ത് ചെയ്യണം? പുരോഹിതനെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്? പുരോഹിതനെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്? പുരോഹിതനെ ഞാൻ കോഴിക്കോട് ഞാൻ ചെന്ന സമയത്ത് ഈങ്ങാപ്പുഴയിൽ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ ഒരമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. ഒരമ്മച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, എൻ്റെ മകള് അമേരിക്കയിലാണ്. എൻ്റെ മകള് കഴിഞ്ഞ 7-8 വർഷങ്ങളായി അച്ഛന് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഹൃദയവേദനയും തോന്നി, സന്തോഷവും തോന്നി. എന്നെ കണ്ടിട്ടില്ലാത്ത, എനിക്ക് പരിചയമില്ലാത്ത, ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത ഒരു സഹോദരി അമേരിക്കയിലെ സുഭിക്ഷതയുടെ നടുവ് ജീവിക്കുമ്പോഴും ആ സഹോദരി എനിക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അച്ഛനോട് പറയണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, എന്നാലും അച്ഛനൊന്ന് അറിഞ്ഞേക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം എനിക്ക് വേണ്ടി ഇത്രയും കൊല്ലമായിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരാളല്ലേ, ആ ആളെ ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, എന്നെ ഒന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സഹോദരിയോട് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ അറിയാത്ത, എന്നെ പരിചയമില്ലാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ഒരു പ്രാവശ്യം പോലും സംസാരിച്ചിട്ടില്ലാത്ത നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഉപവാസം എടുക്കുന്നത്? അപ്പം സഹോദരി പറഞ്ഞ, അച്ഛാ, ഞാൻ 7 കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു. ഞാനതെൻ്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തു. ഓസ്ട്രേലിയയിലുള്ള എൻ്റെ കുറച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞാൻ അയച്ചു കൊടുത്തു. അവരാദ്യമൊക്കെ അത് കേൾക്കത്തില്ലായിരുന്നു. പിന്നെ അവർ കേൾക്കാൻ തുടങ്ങിയിട്ട് അവരൊരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ഡാനിയലച്ചൻ്റെ പ്രസംഗം അഡിക്ഷനായി എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞതാണ്, ഇപ്പം എനിക്ക് ഡാനിയലച്ചൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് അഡിക്ഷനായി. ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. ഇസ്രിയനോട് പറയാണ്, ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയം തോന്നി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ അച്ഛൻ വീണുപോയാൽ എത്രായിരം പേര് വീഴും. ആ സഹോദരി അപ്പം ചിന്തിച്ചു, ഈ അച്ഛൻ വീണാൽ എന്തോരം ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോവും. അതുകൊണ്ട് അച്ഛനെ വിളിച്ച് 4 നല്ല വർത്തമാനം പറയാന്നല്ല അവർ ചിന്തിച്ചത്. അവർ ചിന്തിച്ചു, ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പട്ടിണി ഇരുന്ന് അച്ഛന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരച്ഛൻ എവിടെയെങ്കിലും നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ അച്ഛൻ്റെ കുടുംബ പാരമ്പര്യമോ മാതാപിതാക്കളുടെ നന്മയോ ആ അച്ഛന് കിട്ടിയ പരിശീലനമോ ആ അച്ഛൻ്റെ വിശുദ്ധിയോ ആ അച്ഛൻ്റെ ശ്രദ്ധയോ ആ അച്ഛൻ്റെ ഏതെങ്കിലും നന്മയോ കൊണ്ടല്ല, ആരോ വില കൊടുത്ത് മുട്ടേ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഏതെങ്കിലും ഒരച്ഛൻ ദൈവ ശുശ്രൂഷയിൽ വിശ്വസ്തനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതാരോ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഒരച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താ? സമ്മാനം വാങ്ങിച്ചു കൊടുക്കുന്നതാണോ? ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാണോ? വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നതാണോ? പൈസ കൊടുക്കുന്നതാണോ? അല്ല. അതായത് ഒരച്ഛൻ, നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയോ, ഇതൊരു ആത്മീയ പോരാട്ടമാണ്. ഇത് വലിയൊരു ആത്മീയ പോരാട്ടമാണ്. നിങ്ങൾക്കറിയില്ല, അതായത് പിശാച് ഉപദ്രവിക്കുമോ, പിശാച് കെണി വെക്കുമോ, പിശാച് നശിപ്പിക്കാൻ നോക്കുമോ എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. കാശ്മീരിൽ തീവ്രവാദികളുണ്ടോ എന്ന് കൊട്ടാരക്കര ജംഗ്ഷനിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ നിൽക്കുന്ന പോലീസുകാരനോട് ചോദിച്ചാൽ അദ്ദേഹം ചിലപ്പോൾ പറയും കാശ്മീരിൽ ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണത്തില്ല എന്ന് പറയും. കാശ്മീരിൽ തീവ്രവാദി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആരോടാ? ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനോട് ചോദിക്കണം, BSF ജവാന്മാരോട് ചോദിക്കണം. കാശ്മീരിന്റെ അതിർത്തിയിൽ ഭീകരന്മാരുണ്ടെന്ന് അവർ പറയും, ഭീകരന്മാരുണ്ട്, എല്ലാ ദിവസവും നുഴഞ്ഞു കയറാൻ നോക്കുമെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സാത്താന്റെ പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്ന് ആരോടാ ചോദിക്കണ്ടേ? അതിനെ നേരിടുന്ന ആളുകളോട് ചോദിക്കണം, അവരോട് യുദ്ധം ചെയ്യുന്നവരോട് ചോദിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാക്കേണ്ടത്, ഒരച്ഛൻ അഭിഷേകം ചെയ്യപ്പെടുന്നതോടുകൂടി ഒരു സാത്താന്യ ലോകം ഈ അച്ഛനെതിരാവും.
ഒരു പൈശാചിക ലോകം ഈ അച്ഛനെതിരാവും. എങ്ങനെയെങ്കിലും ഈ അച്ഛനെ നശിപ്പിക്കുക. പട്ടാലിച്ചൻ പറഞ്ഞ വളരെ ക്ലാസിക്കലായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരച്ഛൻ്റെ ലോകയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പിടിച്ചു തൂങ്ങിക്കിടപ്പുണ്ട്. അച്ഛൻ വീണാൽ ലക്ഷക്കണക്കിന് ആളുകൾ വീഴും. അതുകൊണ്ട് സാത്താൻ്റെ ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണ്? ഒരച്ഛനെ അല്ലെങ്കിൽ ഒരു സിസ്റ്ററിനെ, ഒരു ദൈവ ശുശ്രൂഷകനെ നശിപ്പിക്കുക. ദൈവവേലയ്ക്ക് ജീവിതം സമർപ്പിച്ച ഒരാളെ നശിപ്പിച്ച് കളയുക. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതിന് സാത്താൻ പലവിധമായ, അപ്പൊ നമുക്കെന്തറിയാം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ പരീക്ഷണങ്ങളുടെ 100 ഇരട്ടി പരീക്ഷണം ഒരച്ഛൻ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീയ പോരാട്ടങ്ങളുണ്ടാവും, നിങ്ങൾക്ക് പ്രലോഭനങ്ങളുണ്ടാവും, നിങ്ങൾക്ക് ആത്മീയമായ ഞെരുക്കങ്ങളുണ്ടാവും. നിങ്ങളെ 4 വശത്തുനിന്നും ഞെരുക്കുന്ന അനുഭവങ്ങളുണ്ടാവും അല്ലേ? ഉണ്ട്. നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഒരച്ഛൻ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്തോണം. അത് പറയണമെന്നില്ല. അച്ഛനിപ്പോൾ നല്ല വണ്ടിയിൽ പോകുന്നത് കണ്ടാലോ, അച്ഛനിപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുന്ന കണ്ടാലോ, നല്ല ഉടുപ്പിടുന്ന കണ്ടാലോ ചിലപ്പോൾ അത് തോന്നണമെന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇനിയിപ്പം ഞാൻ നേരെ നിൽക്കുന്നെങ്കിൽ മനുഷ്യർ കരഞ്ഞ് നിലവിളിച്ച് പ്രായശ്ചിത്തം ചെയ്ത് മുട്ടേ നിന്ന് നിലവിളിച്ച് പരിത്യാഗം ചെയ്ത് മെറ്റിലെ മുട്ടുകുത്തി അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത്? അപ്പൊ ആര് പ്രാർത്ഥിക്കാനില്ലാത്തൊരച്ഛൻ്റെ ഗതി എന്താവും? ആര് താങ്ങി നിർത്താനില്ലാത്തൊരച്ഛൻ്റെ ഗതി എന്താവും? ആര് പിടിച്ചു നിർത്താനില്ലാത്തൊരച്ഛൻ്റെ ഗതി എന്താവും? എപ്പോഴും എല്ലായിടത്തുനിന്നും കുറ്റം, പഴി, ആക്ഷേപം, അപവാദം, കുറ്റപ്പെടുത്തലുകൾ, അത് എന്ത് ചെയ്താലും തെറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്, ഈ മനുഷ്യൻ ആത്യന്തികമായിട്ട് അവിടെ ഒറ്റയ്ക്കാവുകയാണ്. ആരുമില്ല പ്രാർത്ഥിക്കാൻ. ഇവിടെ വചനം പറയുകയാണ്, അവന് കൊടുക്കേണ്ടത് നീ എന്ത് ചെയ്യണം? കൊടുക്കണം. അവന് കൊടുക്കേണ്ടത് കൊടുക്കണം. സർവ്വശക്തിയോടും കൂടെ സ്രഷ്ടാവിനെ സ്നേഹിക്കണം. അവിടുത്തെ ശുശ്രൂഷകരെ പരിത്യജിക്കരുത്. കർത്താവിനെ ഭയപ്പെടുകയും പുരോഹിതനെ ബഹുമാനിക്കുകയും കൽപ്പന പ്രകാരമുള്ള വിഹിതം അവന് അവന് കൊടുക്കേണ്ട വിഹിതം അവന് നൽകണം. പഴയ നിയമത്തിന്റെ പ്രമാണം അനുസരിച്ചാണ് ബലിവസ്തുവിന്റെ കുറക് അല്ലെ ബലിമൃഗത്തിന്റെ മാംസം ഇതൊക്കെ കൊടുക്കേണ്ടത്. അല്ല, പുതിയ നിയമം അനുസരിച്ച് അച്ഛന് കൊടുക്കേണ്ടത് ഇതൊന്നുമല്ല. മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയല്ല കൊടുക്കേണ്ടത്. കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല കൊടുക്കേണ്ടത്. കൊടുക്കേണ്ടത് എന്തെന്നറിയാമോ? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇല്ല. പിന്നെ അച്ഛനെ കുറ്റം പറയാൻ എന്താ അവകാശം? പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ദൈവമേ ഞങ്ങൾക്ക് നല്ല പുരോഹിതന്മാരെ തരണമെന്ന് പറഞ്ഞ് വില കൊടുത്തൊരു ജനം പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോ എന്ത് ചെയ്തു? നമുക്ക് വന്ന അച്ഛന് പോരായ്മയുണ്ട്. ആരുടെ കുറ്റം അത്? ഈ വില കൊടുത്ത് പ്രാർത്ഥിക്കാത്ത ജനത്തിന്റെ കുറ്റമാണത്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആളുകൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അച്ഛൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയും. ഞാൻ പ്രാർത്ഥിച്ചിട്ട്. നമ്മൾ ഡിഫെൻഡ് ചെയ്യാനോ തർക്കിക്കാനോ പോകത്തില്ല. ശരിയാ, അത് ആരോ കിടന്ന് കരഞ്ഞിട്ടാണ് ഒരു സുവിശേഷകനെ ദൈവം ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് പ്രാർത്ഥിക്കത്തില്ല, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അച്ഛന് കൊടുക്കേണ്ടത് കൊടുക്കത്തില്ല. അച്ഛന് കൊടുക്കേണ്ടത് എന്താ? ആത്മീയമായ സംരക്ഷണം വൈദികനുണ്ടാവാൻ ദൈവജനം വില കൊടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഏതച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ അച്ഛനുമായിട്ട് നിങ്ങൾക്കൊരു ആത്മീയ കൂട്ടായ്മ ഉണ്ടാവും. ഒരാത്മീയ കൂട്ടായ്മ. ആ ആത്മീയ കൂട്ടായ്മ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയാമോ? ആ കൂട്ടായ്മ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരനുഗ്രഹവും തടസ്സപ്പെടുകയില്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ വളരെ പ്രശ്നങ്ങളുള്ള വഴക്കെന്ന് പറഞ്ഞാൽ ദൈവമേ സമാധാനത്തോട് ഉറങ്ങാൻ പറ്റിയിട്ടില്ലാത്ത ഇടവുകളിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. രാത്രിയിൽ പള്ളിക്കകത്തിരുന്ന് ഞാൻ നേരം വെളുപ്പിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അന്ന് ആ കാലഘട്ടങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരച്ഛനിൽ നിന്ന് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സാത്താൻ ചെയ്യുന്ന ആദ്യത്തെ പണി എന്നറിയാം, ആ കുടുംബത്തെ അച്ഛനെയും തമ്മിൽ തെറ്റിക്കും. ഈ അച്ഛനിലൂടെയാണ് അനുഗ്രഹിക്കപ്പെടേണ്ടതെങ്കിൽ അത് എനിക്കൊരു ബോധ്യം കൂടെ ഞാൻ പറയാം കേട്ടോ. നേരമില്ല, എന്നാലും ഇത് പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ പോയാലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം കേട്ടോ. അതായത് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്നറിയോ? നിങ്ങൾ കേട്ടോണേ. ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് മിഷന് ഇടവകയിൽ നിന്ന് പോകുമ്പോൾ കുതിരകളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്, നെടുമങ്ങാട്. ഈ കുതിരകളം പള്ളിയിൽ മിഷന് ചെന്നപ്പോൾ അന്ന് ഞാൻ ബൈബിളും വായിക്കത്തില്ല, ബൈബിൾ അത്യാവശ്യമൊക്കെ വായിക്കും, അല്ലാതെ അങ്ങനെ വലിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കരുത്, ഒന്നുമില്ല. ഒരു വരണ്ട് കിടക്കുന്ന ഹൃദയമുള്ളൊരു കാലമാണ്. അപ്പോൾ ആ കാലത്ത് ഞാൻ ഈ മിഷനിൽ ചെന്നപ്പോൾ
ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ അമ്മ, ചെറ്റക്കുടിലാണ്, അവിടുത്തെ അമ്മ കരഞ്ഞോണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാവോ, എൻ്റെ കെട്ടിയവൻ ഭയങ്കര കുടിയനാന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാവോ? എനിക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെയാന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ എങ്ങനെയോ ഒപ്പിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ ഈ കുടിയൊക്കെ മാറ്റി കൊടുക്കണേന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കേട്ടോ, ആ ദിവസം ആ മനുഷ്യൻ മദ്യപാനം നിർത്തി. അവർ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ഞാൻ ഒട്ടും ഞാൻ പറഞ്ഞ അയാൾ 3 ദിവസം കഴിയുമ്പോൾ കുടിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് വിശ്വാസമില്ല, കാരണം ഞാൻ പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് ഒരു വിശ്വാസമില്ല. പക്ഷെ ആ മനുഷ്യൻ കുടി നിർത്തി. ഇപ്പം ആ സഹോദരി തിരുവനന്തപുരത്തെ MSSൻ്റെ അടുക്കള ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം കാണുമ്പോഴും പോയി ചോദിച്ചാൽ മതി, പിന്നെ അങ്ങേര് കുടിച്ചിട്ടേ ഇല്ല. അന്ന് ഞാൻ സെമിനാരിൽ നിന്ന് മിഷന് പോയി ചെമ്മാച്ചനായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചാണ്. ഞാൻ എൻ്റെ വലിപ്പം പറയാനല്ല, വേറൊരു കാര്യം പറയാനാണ്, ശ്രദ്ധിച്ചിരുന്നോണം. ഇങ്ങനെ ഒരു പ്രാവശ്യം ഇത് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും, ഇത് കൈവച്ചിട്ട് ഇത് മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറും. ഇങ്ങനെ, അതായത് നമ്മൾ ചെല്ലുന്ന സമയത്ത് വെറുതെ ചെന്ന് ഇങ്ങനെ കൂടുതൽ മണിക്കൂറുകളൊന്നും വേണ്ട, ചുമ്മാ കുരിശ് വരച്ചാൽ പോലും ഇതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്ന അനേക അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇത് ഒരു വശത്ത്, ഇത് കേട്ടോണേ, ഇത് ഒരു വശത്ത്. മറുവശത്ത് വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഞാൻ കൂടെ കൊണ്ടുവന്ന് നിർത്തി നന്നാക്കാൻ ശ്രമിച്ചിട്ടും ജയിലിലായ ആളുകളും ഉണ്ട്. മറുവശത്ത് ഇതെന്നെ വല്ലാതെ കുഴപ്പിച്ചു. ഇതെൻ്റെ വല്ല സാധനമായിരുന്നെങ്കിൽ 100-ൽ 100 ശരിയാവണ്ടേ. ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. എന്തെന്നറിയാം, നമ്മൾ വെറുതെ പോയി ഇങ്ങനെ നിന്നിട്ട് ശരിയാവുമെന്ന് പറഞ്ഞാൽ അപ്പം ക്യാൻസർ മാറുന്നു ഒരു വശത്ത്. മറുവശത്ത് നമ്മളെ കൂടെ കൊണ്ടുവന്ന് നിർത്തി എങ്ങനെയെങ്കിലും നേരെയാക്കാൻ നോക്കിയിട്ട് നേരെ ആവാതെ ജയിലിലായിപ്പോയി. അപ്പം ഇതെന്നെ അത്ഭുതപ്പെടുത്തി. ദൈവമേ, എനിക്ക് തന്ന എന്തെങ്കിലും ഒരു കഴിവായിരുന്നെങ്കിൽ ഇതെല്ലാവരും നേരെയാവണ്ടേ. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് നടന്ന നാളുകളിൽ എനിക്ക് ദൈവം തന്നൊരു ബോധ്യം ഞാൻ പറയാം. അതായത്, നീ ഒരു ഇടവകയിലോട്ട് ചെല്ലുമ്പോൾ, ഒരച്ഛൻ ചെല്ലുമ്പോൾ ആ അച്ഛനിലൂടെ വിമോചിപ്പിക്കപ്പെടേണ്ട ആത്മാക്കളെ ദൈവം അവിടെ വച്ചിട്ടുണ്ട്. അവർ മാത്രമേ ആ അച്ഛനിലൂടെ വിമോചിപ്പിക്കപ്പെടത്തുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ വേറൊരു അച്ഛനെ വെച്ചിട്ടുണ്ട്. ഇനി വേറെ ചിലർക്ക് വേണ്ടി ഞാൻ വേറൊരു അച്ഛനെ വെച്ചിട്ടുണ്ട്. വേറെ ചിലർക്ക് വേണ്ടി ഞാൻ വേറൊരു അച്ഛനെ വെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? അതായത് കേരളത്തിലെ മുഴുവൻ രോഗശാന്തി നൽകുന്ന ഉത്തരവാദിത്വം ഡാനിയേൽ അച്ഛൻ ഇല്ല. ഞാൻ കൊട്ടാരക്കര വരുമ്പോൾ, ഈ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കുമ്പോൾ, എൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടാനുള്ള 1 അതിലധികം ആത്മാക്കളെയോ 2024 ഇവിടെ ഇരുത്തിയിട്ടാണ് ദൈവം എന്നെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നത്. അവർ മാത്രമേ മാറൂ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? അവർക്ക് മാത്രമേ വ്യത്യാസം വരൂ. അപ്പം നിങ്ങൾ പറയാം, അപ്പോൾ ബാക്കിയുള്ളവരോ? ബാക്കിയുള്ളവർക്ക് വേണ്ടി വേറൊരു ശുശ്രൂഷകനെ ദൈവം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതൊക്കെ ജീവിതം കൊണ്ട് പഠിച്ച സത്യങ്ങൾ ഞാൻ പറയുകയാണ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒരച്ഛൻ വന്നു, പള്ളി വന്നു, 3 കൊല്ലം നിന്നു. അത് കഴിഞ്ഞ് വേറൊരച്ഛൻ വന്നു, അത് കഴിഞ്ഞ് വേറൊരച്ഛൻ വന്നു. ദൈവം എന്തിനാണ് ഇങ്ങനെ മാറി മാറി ശുശ്രൂഷകരെ വിടുന്നത്? 100 കുടുംബം ഉണ്ടെങ്കിൽ ഈ 100 കുടുംബവും രക്ഷപ്പെടുന്നത് ഒരച്ഛനിലൂടെ അല്ല. ഓരോ അച്ഛനും വേണ്ടി ദൈവം വെച്ചിട്ടുള്ള ആത്മാക്കളുണ്ട് പള്ളിയിൽ. കേട്ടോണം നിങ്ങൾ. സാത്താൻ ഇത് അറിയുമ്പോൾ സാത്താൻ ചെയ്യുന്ന കാര്യം എന്തെന്നറിയോ? ആ ആത്മാക്കളെ അച്ഛനുമായിട്ട് തെറ്റിക്കും. പിടികിട്ടുന്നോ? ഇതിൻ്റെ ലോജിക്ക് പിടികിട്ടുന്നോ? നിങ്ങളുടെ അനുഗ്രഹം മിസ്റ്റർ എ എന്ന് പറയുന്ന അച്ഛനിലൂടാണെങ്കിൽ സാത്താൻ എല്ലാ വഴിയും നോക്കും നിങ്ങളെ അവരെയും തമ്മിൽ കൂട്ടിമുട്ടിക്കാതിരിക്കാൻ, തെറ്റിക്കാൻ, നിങ്ങൾ അവരും തമ്മിൽ വിരോധം ഉണ്ടാക്കാൻ, നിങ്ങൾ അവരും തമ്മിൽ ശത്രുത ഉണ്ടാക്കാൻ. ഞാനൊരു ദൂത് പറയാം, ആത്മാവി പറയുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അച്ഛനാണ് നിങ്ങളുടെ കുടുംബത്തെ വിമോചിപ്പിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന അച്ഛൻ. നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന അച്ഛനാണ് നിങ്ങളെ വിമോചിപ്പിക്കാൻ ദൈവം വെച്ചിരിക്കുന്ന അച്ഛൻ. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഞാൻ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. നമ്മൾ അച്ഛനോട് റിലേറ്റഡ് ആവുമ്പോൾ നമ്മൾ ദൈവത്തോട് റിലേറ്റഡ് ആവുകയാണ്. കൃത്യമായിട്ട് വചനമുണ്ട്. നിങ്ങളും ഞങ്ങളും തമ്മിൽ കൂട്ടായ്മയുണ്ടാവുമ്പോൾ ഞങ്ങളും ദൈവവും തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. മനസ്സിലായി? അവിടുന്ന് ഒരു അനുഗ്രഹം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിനെ വിളമ്പാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മീഡിയേറ്ററാണ് ഈ അച്ഛൻ. അച്ഛനും നിങ്ങളും തമ്മിൽ കണക്റ്റഡ് ആവുമ്പോൾ അവിടുന്ന് വരുന്ന സാധനം നേരെ അങ്ങ് ഒഴുകും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊട്ടാരക്കര നിവാസികളെ, പുരോഹിതന്മാരെ ബഹുമാനിക്കണം. അവർക്ക് പോരായ്മയുണ്ടെങ്കിൽ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചിട്ട് അവരോട് പറയണം,
അച്ഛനിങ്ങനെ ഒരു പോരായ്മ ഞാൻ കാണുന്നുണ്ട്, ഞങ്ങൾക്കത് വലിയ സങ്കടമാണ്, അച്ഛനത് തിരുത്താൻ നോക്കണം. പ്രാർത്ഥിക്കാത്ത ഒരാൾ അച്ഛനെ കുറ്റം പറയാൻ പോകരുത്. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് അച്ഛനോട് പറയാം, ഒരു സഹോദരനെ പോലെ പറയാം, അച്ഛാ അച്ഛൻ ഇങ്ങനെ ഒരു പോരായ്മയുണ്ട്, പലതും അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്, അച്ഛാ ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, അച്ഛനൊന്ന് ശ്രദ്ധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് അത് ചെയ്യത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്യത്തില്ല. ദൈവജനത്തിൻ്റെ നിലവിളിക്ക് ദൈവം തരുന്ന ഉത്തരവാണ് ഒരു അച്ഛൻ. നിലവിളിക്കാത്തൊരു ജനതയ്ക്ക് ശുശ്രൂഷകരില്ല, നിലവിളിക്കാത്തൊരു ജനതയ്ക്ക് ശുശ്രൂഷകരില്ല. അത് നിങ്ങൾ ഓർത്തോണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവ് പറയും, കർത്താവിൻ്റെ ആത്മ ദൈവസ്വരമാണിത്, നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇത് സ്വീകരിക്കുക. അതായത് പുരോഹിതരോടുള്ള ബന്ധത്തിൽ വന്ന വീഴ്ചകൾ അവസാനിപ്പിക്കണം. അവരുടെ അടുത്ത് നിന്ന് കർത്താവ് തരുന്നത് പോലെ ആശീർവാദം. സംഖ്യ 6:27 പറയുന്നുണ്ട്, പുരോഹിതനോട് പറയുകയാണ്, ഇപ്രകാരം പറഞ്ഞ് എൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് 1 2 3 4 പറഞ്ഞിട്ട് പറയുകയാണ്, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും, അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഞാൻ ഈ വചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസങ്ങളിലും സവിശേഷമായൊരു ശ്രദ്ധയാണ് നിങ്ങൾ വചനത്തിന് തന്നത്. വളരെ താല്പര്യത്തോടെ നിങ്ങൾ വചനം കേൾക്കാൻ വന്നു, നേരത്തെ വന്നു. വളരെ ഒരുക്കമുള്ള, ദാഹമുള്ളൊരു ജനതയെ ഇവിടെ കാണാൻ പറ്റി. ദൈവത്തിന് മഹത്വം സമർപ്പിക്കുന്നു. നമുക്ക് ദൈവം വലിയ കൃപയും അനുഗ്രഹവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് നിങ്ങൾ വെഞ്ചരിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് വെഞ്ചരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ജലം തെളിച്ച് പ്രാർത്ഥിക്കും.